നിസ്കരിക്കുന്നവന് നാശമാണ്. ഇല്ല, നിസ്കരിക്കുന്നവന് നാശമില്ല. അപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ എല്ലാ സംഗതികളെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫവൈലുൽ മുസല്ലിൻ എന്ന് പറഞ്ഞ നമസ്കരിക്കുന്നവന് നാശമെന്നാണ്. എങ്ങനെയുള്ള നിസ്കാരമാണ്, എങ്ങനെയുള്ള നിസ്കാരക്കാർക്കാണ് നാശമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ശ്രദ്ധയില്ലാത്തവരായി നിസ്കരിക്കുക, ആർക്കു വേണ്ടി നിസ്കരിക്കുക? ജനങ്ങൾ കാണാൻ വേണ്ടി നിസ്കരിക്കുക, അവർക്കാണ് നാശമെന്ന്. അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചും അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഖുർആനിന്റെ ആയത്ത് എടുത്തു കഴിഞ്ഞാൽ, ഖുർആനിന്റെ ആയത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ സംഗതികളെ കുറിച്ചും അല്ലാഹു പറഞ്ഞതാണ്, അല്ലാഹു മനസ്സിലാക്കി തരാൻ. ഈ ഹുദ്ഹുദിന്റെ കാര്യം പറയുമ്പോൾ തന്നെ സുലൈമാൻ നബി ദേഷ്യം കൊണ്ട് വല്ലാതെ ദേഷ്യം കൊണ്ട് തന്റെ ശരീരവും മസ്തിഷ്കവും മാറി എന്നിട്ട് പറഞ്ഞു, ഈ ഹുദ്ഹുദുകൾ വരട്ടെ, നമുക്ക് ശക്തമായ ശിക്ഷ കൊണ്ട് നേരിടണം. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ ഇത് കടന്നു വന്നു. ഈ പറയുന്നതായ പക്ഷി ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൻ തുമ്പിലൂടെ ഓതി കേൾപ്പിച്ചതായ ഖുർആനിന്റെ ആയത്തിന്റെ വരികളിലൂടെ സുലൈമാൻ എന്ന് പറയുന്നതായ പ്രവാചകന്റെ സദസ്സിലോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, ഇന്നി വജദ്തു റഅതൻ തംലികുഹും വഊതിയത് മിൻ കുല്ലി ശൈഇൻ വലഹാ അർശുൻ അളീം. അവരുടെ ജാമ്യം എടുത്തു, വന്നപ്പോൾ തന്നെ ജാമ്യം എടുത്തു. അല്ല, നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല, എന്നെ നിങ്ങൾ അങ്ങയുടെ ദേഷ്യം കൊണ്ട് എന്നെ നിങ്ങൾ പ്രകോപിതരായി എന്നെ വല്ലാതെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല. ഞാനൊരു സത്യം പറഞ്ഞുതരാം, ഞാനൊരു സത്യവുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടുള്ളതല്ല, നിങ്ങൾ എന്നെ ശിക്ഷിക്കരുത് എന്ന് വന്നമാണ് ജാമ്യം എടുത്തു. ആ ജാമ്യം എടുത്തു, ഈ പക്ഷി ജാമ്യം എടുത്തു, എന്നെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല കേട്ടോ, അങ്ങനെ പറയാം. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അപ്പൊ നീ എന്തേ താമസിക്കാൻ കാരണം എന്താ, നീ ഇന്നേ ദിവസം താമസിക്കാൻ കാരണം എന്താണ് എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുക. പറഞ്ഞു കൊടുത്തു, ഇന്നി വജദ്തു ഇംറഅതൻ തംലികുഹും വഊതിയത് മിൻ കുല്ലി ശൈഇൻ വലഹാ അർശുൻ അളീം. എല്ലാ പ്രവാചകരെ, നിങ്ങൾ രാജ്യം ഭരിക്കുന്നതായ രാജ്യത്ത് 4 രാജാക്കന്മാരാണ് ലോകത്തെ അടക്കി വാഴുന്നത്, 4 പേരാണ് ലോകത്തെ അടക്കി ഭരിച്ചത്. അതിൽപ്പെട്ട ഒരാളാണ് നബിയുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അതിൽപ്പെട്ട ഒരു മനുഷ്യന്റെ പേരാണ്, ഒരു പ്രവാചകന്റെ പേരാണ്, ഒരു രാജാവിന്റെ പേരാണ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങ് ഭരിക്കുന്ന ഈ രാജ്യത്തുണ്ടല്ലോ ഒരു സ്ത്രീ ഭരണം നടത്തുകയാണ്. അങ്ങ് ഭരിക്കുന്നതായി രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് ഒരു സ്ത്രീ രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് രാജാവായി വാഴുകയാണ്. മാത്രമല്ല വലഹാ അർശുൻ അളീം. അങ്ങയുടെ രാജസിംഹാസനത്തെക്കാളും എത്രയോ മഹോന്നതമായ സിംഹാസനം, എത്രയോ വളർമയുടേതായ സിംഹാസനം ഈ പറയുന്ന ബൽക്കീസ് എന്ന് പറയുന്നതായ രാജ്ഞിയുടെ സന്നിധാനത്തുണ്ട് എന്ന് ഈ ഹുദൂർ എന്ന് പറയുന്നതായ പക്ഷി പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കേൾക്കേണ്ട താമസം എന്താ കേട്ടത്? അങ്ങ് ഭരിക്കുന്നതായ ഈ രാജ്യത്ത് ഒരു ഭാഗത്ത് ഒരു പെണ്ണ് ഭരിക്കുകയാണ്, ഒരു പെണ്ണ് രാജാവായിരിക്കുകയാണ്. മാത്രമല്ല വലഹാ അർശുൻ അളീം, ഒരു വലിയ സിംഹാസനമുണ്ട്. ആ പെണ്ണിന്റെ അടുത്ത് വലിയ ഭീമമായ ഒരു സിംഹാസനമുണ്ട് എന്ന് പറയുമ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മന്ത്രിസഭ യോഗത്തിൽ, മന്ത്രിമാർ കൂടി യോഗത്തിൽ ചോദിച്ചു, ആ സിംഹാസനത്തെ എന്റെ അടുക്കൽ ആരാ കൊണ്ടുവരിക? ആ സിംഹാസനത്തെ എന്റെ അടുക്കൽ നിങ്ങൾ ആരാണ് കൊണ്ടുവരിക? എല്ലാവരുണ്ട്, മന്ത്രിയുണ്ട്, രാജാവുണ്ട്, പല വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്, ജിന്നുകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോ
സംഭവിച്ചത്? ഒരു ജിന്നിന്റെ നേതാവ് എണീറ്റ് ചോദിക്കുകയാണ്, പറയുന്നതായ ജിന്നുകളുടെ നേതാവ് പറയുകയാണ്, അങ്ങൊന്ന് എണീറ്റിരിക്കുന്നതിന് മുന്നേ, ഒന്നിരുന്ന് എണീക്കുന്നതിന് മുന്നേ ഈ ബൽക്കീസ് എന്ന് പറയുന്നതായ പെണ്ണിന്റെതായ സിംഹാസനത്തെ ഈ രാജകൊട്ടാരത്തിൽ ഞാൻ എത്തിക്കാമെന്ന് ജിന്നുകളുടെ നേതാവ് പറയുകയാണ്. ജിന്നുകൾക്ക് എന്തേ കഴിവില്ല? എല്ലാ കഴിവും ജിന്നുകൾക്കുണ്ട്. കാണാതെയും കണ്ടും മനുഷ്യന്റെ അടുക്കൽ ഹാജരാകാനുള്ളതായ കഴിവുണ്ട്. ജിന്നുകൾക്ക് അല്ലാഹു എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട്. ജിന്നുകൾ മനുഷ്യരെ പോലെയല്ല, ജിന്നുകൾ മനുഷ്യരെ പോലെയല്ല, എല്ലാ കഴിവുകളും ഉള്ളവരാണ് ജിന്നുകൾ എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ ജിന്നിന്റെ നേതാവ് പറഞ്ഞത്, അങ്ങൊന്ന് എണീറ്റിരിക്കുന്നതിന് മുന്നേ ആ ബൽക്കീസിന്റെതായ കൊട്ടാരത്തിൻ്റെതായ അകത്തളത്തിലുള്ളതായ രാജസിംഹാസനം അങ്ങയുടെ മുന്നിൽ ഞാൻ എത്തിക്കാമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്. എന്നാൽ നിങ്ങൾ കേൾക്കണേ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണേ, പ്രത്യേകിച്ച് ഈ ഖുർആനിന്റെ മജ്ലിസിൽ വന്ന ഉമ്മമാരെ, സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ. ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, അറിവുള്ളതായ, ഖുർആനിന്റേതായ അറിവുള്ളതായ, വേണ്ട അതിനു മുന്നേയുള്ള ഗ്രന്ഥത്തിൻ്റെതായ അറിവുള്ളതായ, എഴുതുള്ളതായ ഒരു പണ്ഡിതനായ ഒരു സഹോദരൻ എണീറ്റ് നിന്ന് പറയുകയാണ്, ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് അന ആതീക ബി ഖബ്ല അൻ യർതദ്ദ ഇലൈക തുർഫു. അങ്ങയുടെ കണ്ണ് ഒന്ന് അടച്ച് തുറക്കുന്നതിന് മുന്നേ ആ സിംഹാസനം ഇവിടെ എത്തിക്കാൻ കഴിവുണ്ട്. ഞാൻ എത്തിച്ചു തരാമെന്ന് അറിവുള്ളതായ, എൽമുള്ളതായ, പണ്ഡിതരായ, അറിവിൻ്റെതായ ആഴക്കടൽ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതായ മനുഷ്യനെ നബിയുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കാം. ആരാ ജയിച്ചത്? ആരാ വിജയം കൈവരിച്ചത്? അറിവ്. ഇവിടെ ആരാ വിജയം കൈവരിച്ചത്?